എല്ലാവർക്കും മമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പതിവ് പോലെ അത് ലൈക്ക് ചെയ്യണം. അതുപോലെ പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് വളരെ ലളിതമായ ഒരു തോരനാണ് തയ്യാറാക്കുന്നത്. അതായത് പടവലങ്ങയും ഉണക്കച്ചെമ്മീനും ചേർത്ത് ഒരു സ്വല്പം പുളി ചേർത്തിട്ടുള്ള ഒരു തേങ്ങ ചേർത്തുള്ള ഒരു തോരനാണ്. അത് വളരെ പഴമയുള്ള ഒരു കറിയാണ്. എപ്പോഴും നമ്മൾ പടവലങ്ങ മെഴുക്ക് പുരട്ടിയും പടവലങ്ങ ചുമ്മാ തേങ്ങയിട്ട് തോരനും പടവലങ്ങ തീയലും ഒക്കെ അല്ലേ സാധാരണ വീടുകളിൽ റൊട്ടേറ്റ് ചെയ്തിങ്ങനെ ഒരേ ഐറ്റം ചെയ്യണത്. അപ്പം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തയ്യാറാക്കണമെന്നേ ഉള്ളൂ. വല്ലപ്പോഴും ഒക്കെ അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഡിഷ് എല്ലാവർക്കും ഒക്കെ ഇച്ചിരി പുളിയൊക്കെ ചെമ്മീത്തിൻ്റെ കൂടെ ചേർക്കണത് കൊണ്ട് ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് പതിവ് പോലെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ കമൻറ്റുകളും ഒക്കെ ഞങ്ങൾ നോക്കാറുണ്ട്. പരമാവധി എല്ലാം മറുപടി തരാറുണ്ട്. അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോയി അതിൻ്റെ പരിപാടികൾ നോക്കിക്കളയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് കാണണമെന്നുള്ളവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് എത്രയും പെട്ടെന്ന് 1 lakh അടിക്കാനായിട്ടുള്ള ഞങ്ങളൊരു അതിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ഇത്രയൊക്കെ എത്തി. ഇനിയും നിങ്ങൾ ഞങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുവാണ് കേട്ടോ. അപ്പം നമുക്ക് കിച്ചണിൽ പോയി തോരൻ തയ്യാറാക്കി തുടങ്ങാം. നമ്മൾ പടവലങ്ങ വെച്ച് നാടൻ പടവലങ്ങ വെച്ച് ഉണക്കച്ചെമ്മീൻ ചേർത്ത് തേങ്ങയൊക്കെ ഒതുക്കി ഇട്ടിട്ടുള്ള ഒരു നാടൻ തോരനാണ് തയ്യാറാക്കണം. അപ്പം ഉണക്കച്ചെമ്മീൻ അതിന് വേണ്ടി അപ്പുറം ഉണക്കച്ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഉണക്കച്ചെമ്മീൻ ഒരു സ്വല്പം പുളി സിറപ്പ്, അതായത് കുടംപുളിയുടെ സിറപ്പ് ചേർത്ത് നേരിയ പുളിയാട്ടോ ചേർക്കാവുള്ളൂ. വേവിച്ചെടുക്കണം. ആദ്യം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. ഉണക്കച്ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണം. ഞാൻ കയ്യിലെടുത്തൊന്ന് കാണിക്കാൻ ക്ലീനിങ്. തലയും പാലും കിള്ളിയത് പച്ചച്ചെമ്മീനും കൊണ്ട് ഇത് ചെയ്യും കേട്ടോ. പണ്ടത്തെ കാലത്ത് ഉണക്കച്ചെമ്മീനും കൊണ്ട് ഇത് ചെയ്യാറ്. അപ്പം ഞാൻ പഴമയുള്ള ഒരു തോരൻ കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഉണക്കച്ചെമ്മീൻ ഇട്ട് ഇത് ഈ ചെമ്മീൻ സ്വല്പം പുളിസിറപ്പ് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടില്ല, എടുത്ത കുടംപുളിയുടെ സിറപ്പ് ഒരു സ്വല്പം ചേർത്തിച്ചിരി ഉപ്പ് ഇട്ട് ആദ്യം ഒന്ന് തിളപ്പിക്കണം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. പിന്നെ നമുക്ക് കാണിക്കുക എങ്ങനെയാണുള്ള, പിന്നെ സാധാ തോരൻ പോലെ തന്നെ. അതിനായിട്ടുള്ള ഒരു മുറി തേങ്ങ ഞാൻ ചീകി എടുത്തിട്ടുണ്ട്, ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ദളം ചുമന്നുള്ളി, 2 ദളം വെളുത്തുള്ളി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ആദ്യം നമ്മൾ മിക്സിയിൽ ഇത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഒതുക്കിയെടുക്കാം. പിന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൈകൊണ്ട് ഞരണ്ടി എടുത്താൽ മതി. അത് നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പം നമുക്ക് ചെമ്മീൻ ഒന്ന് തിളപ്പിക്കാൻ വെച്ചാലോ? വെക്കാം. നമ്മൾ ചെമ്മീൻ വേവിക്കാനായിട്ട് ഒരു ചട്ടി കഴുകി ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉണക്ക ചെമ്മീൻ ഇടുക കേട്ടോ. പിന്നെ അതിന് ചേരാനുള്ള ഒരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേറെ ഉപ്പ് ചേർക്കാം. പിന്നെ ചേരാനായിട്ട് ഒരു പൊടിക്ക് ചെമ്മീത്തിനും പടവലങ്ങയ്ക്കും ഒക്കെ വേണ്ടിയുള്ള ഉപ്പ് പുളിയാട്ടോ ചേർക്കണം. നേരിയ ഒരു പുളി മതി, അധികം പുളിയായിക്കുള്ളൂ. പുളി സിറപ്പ് അത് നമ്മൾ എങ്ങനെയാ സ്റ്റോർ ചെയ്യണേന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടും ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടല്ലോ. കുടംപുളിയുടെ മീൻ വേവിക്കണ പുളിയുടെ സിറപ്പ്, കുടംപുളി സിറപ്പ്. ഇനി അതവിടെ ഇരുന്ന് തിളയ്ക്കണ സമയത്ത് ആ തേങ്ങ ഒതുക്കിയെടുക്കാം. ഇതിവിടെ ഇരുന്ന് തിളച്ചോട്ടെ. തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ പടവലങ്ങയായിട്ട് മിക്സിങ്ങാ. നമ്മൾ ഒരു മുറി തേങ്ങ, 1 ടീസ്പൂൺ എരിവ് മുളക് പൊടി, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 2 ദളം വെളുത്തുള്ളി, ഒരു 4-5 ദളം ചുമന്നുള്ളി. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ച് വെച്ച് ഒതുക്കിയെടുക്കുക. തോരന് ഒതുക്കണത് പോലെ. എന്നിട്ട് ഒതുക്കിക്കൊണ്ട് ഞാനിങ്ങനെ വരാം കേട്ടോ. നന്നായിട്ട് തികന്നു. നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. വെള്ളം ആകെ ചട്ടിയിലിരുന്ന് വറ്റിക്കോളും. സ്വല്പം വറ്റാനുള്ളൂ. അവിടെ തന്നെ ഇരുന്ന് അങ്ങ് വറ്റിക്കോട്ടെ. വെള്ളം വറ്റിയെടുക്കണം. അവിടെ ഇരിക്കട്ടെ.
കയ്യിലിരിക്കണത് നമ്മള് തേങ്ങ ഒതുക്കിയതാ തോരനുള്ളതാ. ഇനി നമുക്ക് പടവലങ്ങയായിട്ട് ഇത് മിക്സ് ചെയ്യാം. പടവലങ്ങ അരിഞ്ഞിട്ട് ഞാൻ ഉപ്പ് പുരട്ടി വെച്ചായിരുന്നു. അതെന്നാന്ന് വെച്ചാൽ ഇവിടെ അമ്മച്ചി എപ്പോഴും പടവലങ്ങ അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെക്കാറുണ്ട്. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഊറി വരും. അപ്പൊ പടവലങ്ങ കുറച്ച് ഇങ്ങനെ സോഫ്റ്റായി കിട്ടുന്ന അതിന്റെ ഐതിഹ്യം. അമ്മച്ചി എപ്പോഴും പറയും ഇങ്ങനെ അരിഞ്ഞേച്ച് ഉപ്പ് പുരട്ടി വെച്ച് കഴിഞ്ഞ് പടവലങ്ങ വേവിച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ആവും. അപ്പൊ ഞാൻ അതുപോലെ ഒന്ന് ചെയ്യുവാണ്. ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി മക്കൾ. ഞാൻ പറഞ്ഞില്ലേ വളരെ പഴയ ഒരു തോരനായത്. പഴയ ആൾക്കാരുടെ വീടുകളിൽ ചെയ്യണതാ. ഇനി നമുക്ക് എന്നാ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം നമ്മൾ യൂസ് ചെയ്യണ്ട കേട്ടോ. ഈ ഒരു സവോളയും ഒരു പച്ചമുളക് ചേന്തി ഇട്ടിട്ടുണ്ട്. അത് ചേന്തി ഇട്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി മുഴുത്ത് കിടക്കണോണ്ട് പച്ചമുളക് ആകുമ്പോൾ കാണാൻ പറ്റും, കടിക്കും. അല്ലെങ്കിൽ കുരുന്ന് അരിഞ്ഞു കഴിഞ്ഞാൽ കടിക്കുമ്പോൾ എരിയും. നല്ല എരിവുള്ള മുളകാട്ടോ അത് രണ്ടും കൂടെ മിക്സിങ്. അതിൻ്റെ കൂടെ ഇട്ട് ഈ തേങ്ങ എന്നാ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ട് മൊത്തം അങ്ങ് മിക്സ് ചെയ്യുക. കൈ കഴുകി വെച്ച്. ഞാനിപ്പോൾ കൈ കഴുകി വെച്ച് വന്നാണ് മൊത്തം പരിപാടികൾ ചെയ്തത്. അതുകൊണ്ടാണ് വീണ്ടും കഴുകാതിരുന്നത് കേട്ടോ. നല്ല സ്മെല്ല്. അതാ തേങ്ങയും പിന്നെ ജീരകം ഇഷ്ടമുള്ളവർക്ക് ഒരു തരി ചെറിയ ജീരകം ചേർക്കാം. ഇവിടെ ജീരകത്തിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടക്കുറവാണ്. അതുകൊണ്ട് ഞാൻ ഒട്ടും ഇട്ടിട്ടില്ല കേട്ടോ. ചുമന്നുള്ളിയും വെളുത്തുള്ളിയും പിന്നെ മുളക് പൊടിയും ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്തിട്ടുള്ളത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി ഇത് ഉപ്പ് എന്തോരം ഉണ്ടെന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഉപ്പ് ചേർക്കണം. നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ അങ്ങ് ചേർത്താലോ ഈ ഒപ്പം തന്നെ. എന്നിട്ട് നമുക്ക് ചെമ്മീൻ കൊണ്ടുവന്ന് ഇതിലേക്ക് മിക്സ് ചെയ്യിക്കാം. സ്വല്പം ഉപ്പ് നമ്മൾ പെരട്ടി പടവലങ്ങയിൽ വെച്ചതാണെങ്കിൽ പോലും സവോളയും തേങ്ങയും എല്ലാം കൂടെ ചേർന്നപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവുണ്ട് കേട്ടോ. അത് കാരണം പടവലങ്ങ നല്ല സോഫ്റ്റ് ആയി ഇപ്പം ഇങ്ങനെ ഉപ്പ് പെരട്ടിയിരുന്നത് കൊണ്ട്. ഇനി ഞാൻ ചട്ടിയിലിരിക്കുന്ന ചെമ്മീൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വരാം. ഒരു സ്വല്പം വെള്ളമുണ്ട്, അതും കൂടെ ചേർത്ത് ഇതിലേക്ക് അങ്ങ് ചേർക്കാം. എന്തിനാന്ന് വെച്ചാൽ പുളിയുടെ വെള്ളം ഒരു സ്വല്പം ഇതിലേക്ക് ഇറങ്ങിക്കോളും. അതിലുള്ള വെള്ളം ഒട്ടും കളയരുത്. ചട്ടി ഇങ്ങനെ എടുത്തോണ്ട് വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. മിക്സ് ചെയ്തേച്ച് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. ചെമ്മീൻ ഇതിലേക്ക് ഇടാം. ചെമ്മീൻ വെന്തതാണോ കേട്ടോ, ജസ്റ്റ് നല്ല സ്മെല്ല് കേട്ടോ. അത് ചെമ്മീനും പുളിയും ഉപ്പും ഒക്കെ കട മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള പറ്റിച്ച ആ വെള്ളം ഒഴിക്കണോ? വെള്ളം ഒഴിക്കണം, പുളിവെള്ളം കളയണ്ട. ഇതിവിടെ ഇരിക്കട്ടെ. പുളി കൂടിപ്പോയാൽ കൊള്ളൂല്ലോ. ഒരു നേർത്ത വെള്ളം ഇതിലുണ്ട് കേട്ടോ. അത് ഞാൻ ഒഴിച്ചിട്ടില്ല, കാരണം പുളി എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ഇനി നമുക്ക് ഒരു കല അടുപ്പത്ത് വെച്ചേച്ച് ഇത് കടുക് പൊട്ടിച്ചേച്ച് ഇത് വേവിക്കാനായിട്ട് ഇത് ഇച്ചിരി എണ്ണ ഒഴിക്കുക. ഇച്ചിരി അല്ല, ഇത് വേവാനുള്ള എണ്ണ വേണം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിടാം കേട്ടോ. ഒരു ട്രഡീഷണൽ കറിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. ഇത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു പച്ച ചെമ്മീനും കൊണ്ട് ഉണ്ടാക്കും, പക്ഷെ ഉണക്ക ചെമ്മീനും കൊണ്ട് ഉണ്ടാക്കണതാണ് പഴമ. ഇതില്ല പഴമ. അപ്പൊ ഇതേ വെളിച്ചെണ്ണ ചൂടായി. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട നേരിയ ഒരു പുളിയുണ്ട്. അപ്പൊ ഈ പടവലങ്ങയ്ക്ക് ഒരു ചെറിയ ഒരു മട്ടിപ്പ് പോലെ ഇല്ലേ. അപ്പൊ ഈ പുളിയും പിന്നെ എന്നാ ചെമ്മീത്തിന്റെ ഇതും കൂടെ ഒക്കെ ചേരുമ്പോ ഒരു ടേസ്റ്റ്, ഡിഫറെന്റ് ടേസ്റ്റ് ആയിരിക്കും. കടകിടട്ടെ അതെ ചെയ്യുമ്പോ 2 വറ്റൽമുളകും ഇച്ചിരി വേപ്പിലയും കൂടെ ഇടാം കേട്ടോ. കടി പോട്ടെ. ഇത് ചോറിന് ഭയങ്കര ടേസ്റ്റ് ആയിക്കായി. ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുമായിരുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ അന്ന് എന്നാന്നോ ഈ പറമ്പിലൊക്കെ പച്ചക്കറി നടന്ന കാലം. അപ്പം ഈ പടവലങ്ങയും പാവയ്ക്കൊക്കെ ഉണ്ടാകും, വെണ്ടയ്ക്ക. അപ്പം ഈ ഓരോ തരത്തിലുള്ള കറികൾ കാട്ടിക്കൂട്ടി എടുക്കണ്ടേ എന്തെങ്കിലുമൊക്കെ. അത് കാരണം അന്നേരം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കറിയാണത്. ഇനി നമുക്ക് വേപ്പില ഇട്ട് വറ്റൽമുളക് ഇടാം. വറ്റൽമുളക് 2ആയിട്ടങ്ങ് കട്ടി വെച്ചിട്ടാണ്. ചെമ്മീൻ കിടക്കണ കേട്ടോ മീര.
ഒന്ന് വടിച്ചിട്ടോട്ടെ പോലെ വടിച്ചിട്ടോട്ടെ. ചെമ്മീനും ഉപ്പും എല്ലാ സംഗതികളും കൂടെ മിക്സ് ആവാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് പിന്നെ പടവലങ്ങേന്ന് വെള്ളം ഇറങ്ങി വന്നോളും. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ കിടന്നു കഴിഞ്ഞാൽ അടി പിടിച്ച് പോകും. ചട്ടിയല്ലേ, നല്ല ചൂടുണ്ടാവും. ഇതേ നോൺ സ്റ്റിക്ക് പാത്രമൊന്നും അല്ലല്ലോ. നമ്മൾ ആദ്യം പടവലങ്ങയുടെ സ്വല്പം നീരിങ്ങനെ പിഴിഞ്ഞു വെച്ചിട്ടില്ലായിരുന്നു, ഉപ്പ് ചേർത്ത്. ഇല്ല അത് ഇതേ ചുമ്മാ വെള്ളം ചേർക്കണ്ടല്ലോ, ഈ വെള്ളം തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാതെ ഉപ്പ് അങ്ങനെ ചേർത്ത് കൊടുത്തേച്ച് മൂടിപ്പൊട്ടി അങ്ങ് വെച്ചാൽ മതി. അവിടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുത്തൊരു 10 മിനിറ്റ് കൊണ്ട് വെന്തോളും. അത്രയേ ഉള്ളൂ, വേവ് ഇതിന് അത്രയേ ഉള്ളൂ. വെന്ത് കഴിയുമ്പോൾ ആ മണം തന്നെ വരും ഈ ചെമ്മീത്തിൻ്റെ ഒക്കെ പുറത്തേക്ക്. നല്ല സ്വാദാണ് ഇതിന്. ഇനി അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി ഞാൻ അടച്ചു വെച്ചോ. വെക്കാം. മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി. ഫ്ലെയിം കുറവായത് കൊണ്ടേ കുഴപ്പമില്ല, അങ്ങനെ ഇരുന്നോളും. പിന്നെ അമ്മ പറഞ്ഞില്ല ഇതിന്ന് വെള്ളം ഇറങ്ങിക്കോളും. മൂടി വെച്ചോ. നല്ല സ്മെല്ല് വരണുണ്ട്. ഞാൻ നമ്മുടെ പടവലങ്ങ ഉണക്കച്ചെമ്മീൻ ചേർത്തുള്ള സ്വല്പം പുളിയും ചേർത്തുള്ള തോരൻ ഇവിടെ റെഡിയായി. അപ്പം എനിക്ക് കഴിച്ചു നോക്കിയപ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് പോരായികയെന്ന് തോന്നി. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടിയുപ്പിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഒരു സുഖയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ നീരുപ്പാണ് ചേർക്കണത്. കല്ലുപ്പ് കലക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ സ്വല്പം നീര് ചേർത്ത് കൊടുക്കുക. ഒരു പൊടിക്ക് കേട്ടോ കുറവുള്ളൂ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കാം. അത് ഇതുകൊണ്ട് തന്നെ ഇളക്കാം. ജസ്റ്റ് ഒന്ന് മിക്സിങ്. സ്മെല്ല് എങ്ങനെയാ? സൂപ്പറാണ്, ഒന്നും പറയാനില്ല. ഇങ്ങനെ തന്നെ ഇല്ലേ കോവയ്ക്കയും ചെയ്യാം. ഉണക്കച്ചെമ്മീൻ ഇട്ട് നല്ല സ്മെല്ലുണ്ട്. ഒലത്തണ കൂടാതെ തേങ്ങയിട്ട് കോവയ്ക്ക ഇങ്ങനെ ചെയ്യാം. നമ്മൾ ചെയ്തിട്ടില്ല, നമ്മള് ഒലത്തുമല്ലേ സാധാരണ പതിവ്. സ്മെല്ല് നല്ല സ്മെല്ലാ. ഇത് രാവിലെയൊക്കെ കഞ്ഞിക്കാണ് കൂടുതൽ ടേസ്റ്റ് കൂട്ടാം. പണ്ടത്തെ കാലത്ത് അങ്ങനെയാ എടുത്തോണ്ടിരുന്നത്. ചോറിനും കൂട്ടാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞതാ കഞ്ഞിക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും. ഒന്ന് നോക്കട്ടെ കേട്ടോ, ഇങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇപ്പൊ ഉപ്പ് പാകാം. നല്ലതാ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കറിയാ, പഴമയുള്ള ഒരു തോരൻ അല്ലേ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നൊസ്റ്റാൾജിക് ഡിഷ് തന്നെയാണിത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അത്രയും ബ്യൂട്ടിഫുൾ ടേസ്റ്റ് ആണ് ഇതിന്, എത്ര പറഞ്ഞാലും മതിയാവില്ല. വളരെ ബ്യൂട്ടിഫുൾ സ്മെല്ല്, വളരെ ബ്യൂട്ടിഫുൾ ടേസ്റ്റ് ഒക്കെയാണ്. ഒരു വട്ടമായാലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾ പിന്നെ ഒരിക്കലും മറക്കില്ല ഇങ്ങനെ ഒരു ഡിഷ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ട്രൈ ചെയ്തിട്ട് താഴെ കമന്റുകൾ അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ 1 ലൈക്ക് അടിക്കണ്ടേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാം. അപ്പോൾ ഫ്യൂച്ചറിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ ഇട്ടോ. ബൈ ബൈ.